ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത്തെ സീരീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ജനുവരി PSC ബുള്ളറ്റിനും നമ്മുടെ അല്ലാത്ത കറണ്ട് അഫെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജനുവരി ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദിനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദിനബന്ധു മിത്ര. റൗലക്റ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. 1907 സെപ്റ്റംബർ 27 ലേൽപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഭഗത് സിംഗ്. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത? സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത എന്താണ്? സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ്. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? CV രാമൻ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? CV രാമൻ്റെ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകർ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപ. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏത്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏത്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ചിൽഡ്രൻസ് ഹോമുകൾ, ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആഫ്റ്റർ കെയർ ഹോം. ചിൽഡ്രൻസ് ഹോമുകൾ, ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. ഡെക്കൺ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? വയനാട്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മലപ്പുറം. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? യോഗി ആദിത്യനാഥ്. പക്ഷേ ഇപ്പോൾ 2026 ജനുവരിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമി ഓർത്ത് വച്ചേക്കണേ. പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമിയാണ് നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ. തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി നോവൽ വിഭാഗത്തിലാണ് പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? ആൻ്റോണിയോ ഗുട്ടറസ്. റീസെൻ്റായി നടന്ന എക്സാമിൽ നേരെ തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻ്റോണിയോ ഗുട്ടറസിൻ്റെ ജന്മദേശം എവിടെയാണ്, എവിടെ നിന്നുള്ള വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക. അദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. ആൻ്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? 5. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം 5. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഇവരെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്.
ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷമേത്? 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷമാണ് 2000. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യമെന്ത്? ചെറുകിട വായ്പ നൽകൽ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യമാണ് ചെറുകിട വായ്പ നൽകൽ. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഏത്? കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ഏത്? ദസ്വന്ത്. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരനാണ് ദസ്വന്ത്. സംഗീതരത്നാകരം എന്ന കൃതി രചിച്ചതാര്? ശാരംഗദേവൻ. സംഗീതരത്നാകരം എന്ന കൃതി രചിച്ചതാര്? ശാരംഗദേവൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. ശ്രീലങ്ക സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമേത്? 1924. കേരളത്തിലെ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമേത്? 1924. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയിൽ ഏത്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയിൽ ഏതാണ്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക എന്നതാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? നാഥുല ചുരം സിക്കിം ടു ടിബറ്റ്. അങ്ങനെയാണെങ്കിൽ ജമ്മു ടു ശ്രീനഗർ ഏതാണ് ചുരം വരുന്നത്? ജമ്മു ടു ശ്രീനഗർ ബനിഹാൽ ആണ് കേട്ടോ. ബനിഹാൽ ചുരമാണ് ജമ്മുവിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗർ ടു കാർഗിൽ ആണെങ്കിലോ? ശ്രീനഗർ ടു കാർഗിൽ സോജിലയാണ് കേട്ടോ. സോജില. ശ്രീനഗർ ടു കാർഗിൽ സോജില. ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ആണെങ്കിൽ ലിപ്പു ലേക്ക് ആണ് കേട്ടോ. ലിപ്പു ലേക്ക്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ലിപ്പു ലേക്ക്. സിക്കിം ടു ടിബറ്റ് ആണെങ്കിൽ നാഥുല ചുരം. ജമ്മു ടു ശ്രീനഗർ ആണെങ്കിൽ ഏതാണ്? ബനിഹാലാണ്. ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ആണെങ്കിൽ ലിപ്പു ലേക്ക് ആണ്. ശ്രീനഗർ ടു കാർഗിൽ ആണെങ്കിൽ സോജില ചുരം. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തതേത്? കൽക്കരി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തത് കൽക്കരി. വേലിയോർജം, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണെന്ന് ഓർത്തിരിക്കുക. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏത്? വിശാഖപട്ടണം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണം. അലോഹധാതുവിന് ഉദാഹരണം ഏത്? പെട്രോളിയം. അലോഹധാതുവിന് ഉദാഹരണം പെട്രോളിയം. ഇരുമ്പ്, സ്വർണം, ബോക്സൈറ്റ് എന്നിവ ലോഹധാതുക്കളാണെന്ന് ഓർത്തിരിക്കുക. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്?
പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ലിട്ടൺ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകൻ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അങ്ങനെയെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം കൊടുത്തത് എവിടെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഡൽഹിയിലായിരുന്നു 1857 റിവോൾട്ടിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നാനാ സാഹിബ് ആണെങ്കിൽ കാൺപൂരായിരുന്നു. നാനാ സാഹിബ് കാൺപൂർ. റാണി ലക്ഷ്മിബായി ആണെങ്കിൽ ഝാൻസിയിലായിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലക്നൌവിലും ഔദിലും ബീഗം ഹസ്രത്ത് മഹലായിരുന്നു 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മാനസ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു. ഝലം ഒരു പോഷക നദിയാണ്. എന്നിവ സിന്ധു നദിയുമായി ബന്ധമുള്ളവയാണ്. അപ്പം അത് പഠിക്കണം. ഝലം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. ഒഴുകുന്നത് ജമ്മു കാശ്മീരിലൂടെയാണ്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത്? ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത് ഏതാണ്? ഭക്ഷ്യവിളയാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏത്? സിട്രിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ഏതിലാണുള്ളത്? പാലിലാണുള്ളത്. ലാക്റ്റിക് ആസിഡ് ഏതിലാണ്? പാലിലാണുള്ളത്. അസറ്റിക് ആസിഡ് ആണെങ്കിൽ വിനാഗിരിയിലാണുള്ളത്. ടാനിക് ആസിഡ് ആണെങ്കിൽ ഏതാണ്? തേയിലയിലാണുള്ളത് ടാനിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ബാക്ടീരിയ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അരേ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരേ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. ഇതൊരുപാട് റിപ്പീറ്റ് അടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് ഫീമെയിൽ പ്രിസണർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത് കണ്ണൂരാണ്. ഓർത്ത് വെച്ചേക്കണേ. തൃശ്ശൂരാണ് ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത്. മിക്കവാറും കൊടുക്കാൻ തൃശ്ശൂരാണ് ചാൻസ്. പക്ഷേ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? KJ യേശുദാസ്. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? KJ യേശുദാസ്. ഞാനിപ്പോൾ കറണ്ട് അഫെയർ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ പത്മ പുരസ്കാരങ്ങൾ ഞാൻ നല്ല കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനിയുള്ള എല്ലാ എക്സാമിനും ഇപ്പോൾ നടക്കാൻ പോകുന്ന സാറ്റർഡേ നടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും പത്മ പുരസ്കാരങ്ങൾ 2025. ഇനി അടുത്ത നമ്മുടെ 10th പ്രിലിംസിലും APO എക്സാമിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് 2026 പത്മ പുരസ്കാരങ്ങൾ. എല്ലാവരും നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് പോവാം കേട്ടോ.
2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര? 2. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 2. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതിബായി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാര്? MN റോയ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? MN റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? മഞ്ജു വാര്യർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. നമ്മുടെ ഈ 2026 സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാലും മഞ്ജു വാര്യർ തന്നെയാണ് കേട്ടോ. പറന്നുയരാം കരുത്തോടെ 2026 ക്യാമ്പയിനാണ്. അത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മഞ്ജു വാര്യർ. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗമേത്? വരയാട്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം വരയാട്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതി ഏത്? 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ICDS. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ICDS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആസാം ടു അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അസം ടു അരുണാചൽ പ്രദേശ്. They have been living here dash 1985. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സിൻസ് ആണ് അല്ലേ? സിൻസ്. They have been living here since 1985. എന്താ എപ്പോഴാണ് നമ്മൾ സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്? ഒരു നിശ്ചിത സമയത്ത് തുടങ്ങിയ കാര്യം ഇപ്പോഴും തുടരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു പോയിൻ്റ് ഓഫ് ടൈം. ഇവിടെ ഇപ്പോൾ എന്താണ്? They have been living here since 1985. 1985 മുതൽ എന്താണ് ഇവിടെ ജീവിച്ചു വരികയാണ്. അപ്പോൾ തുടങ്ങിയൊരു കാര്യം എന്താണ്? ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു 4 കിടക്കുന്നുണ്ടല്ലേ? 4 അപ്പം നമ്മൾ എപ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത്? അത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he is studying here dash 10 years. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു പീരിയഡ് ഓഫ് ടൈമിനെയാണല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 4. കണ്ടോ? he is studying here for 10 years. ഇത്ര എന്താണ്? ഒരു പീരിയഡ് ഓഫ് ടൈമാണ് ഇവിടെ പറയുന്നത്. 10 years ആണ്. ഇവിടെ എങ്ങനെയാണ്? 10 വർഷമായിട്ട് ഇവിടെ പഠിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 4ഉം സിൻസും. ഇനി ബാക്കി പ്രിപ്പോസിഷൻസൊക്കെ വഴിയെ നമ്മൾ ക്ലാസ് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇംഗ്ലീഷും കൂടെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഐ വേർ എ മില്യനെയർ ഡാഷ് I would have bought a car, I will buy a car, I will have been bought a car, I would buy a car. ഏതായിരിക്കും ആൻസർ വരിക? I would buy a car. If I were a millionaire, I would buy a car. എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? നമ്മൾ ഇഫ് ക്ലോസ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ? ഇഫ് ക്ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നമ്മൾ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് പാസ്റ്റ് ടെൻസിൽ വരികയാണ്. പാസ്റ്റ് ടെൻസ് ഏതൊക്കെയാണ്? വേറ്, പിന്നെ ഏതൊക്കെയാണ് വരിക? ഹാഡ്, പ്ലേഡ്. അങ്ങനെ പാസ്റ്റ് ടെൻസിൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മെയിൻ ഭാഗത്ത്, അതായത് നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെയാണ് വരേണ്ടത്? വുഡ് പ്ലസ് വെർബ്. ഈ ഫോം ആയിരിക്കണം വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് ക്ലോസിൽ നമ്മൾ ആദ്യത്തെ ഇഫ് ക്ലോസിൽ നമ്മൾ എന്താണ്
ഇതാണ് പറയുന്നത്. നമ്മൾ പാസ്റ്റ് ടെൻസാണ് വരുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വേർ, ഹാഡ്, പിന്നെ പ്ലേഡ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോസിൽ ഏത് ഫോമിലായിരിക്കും വരേണ്ടത്? വുഡ് പ്ലസ് വെർബ് അങ്ങനെയുള്ള ഫോമിലായിരിക്കും വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഐ വുഡ് ബൈ എ കാർ, വുഡ് വന്നു, വുഡ് പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ഫോമാണ് കേട്ടോ. V1 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്? ബൈ. കണ്ടോ? ബൈ എ കാർ. അപ്പോൾ നമ്മുടെ ആൻസർ ഐ വുഡ് ബൈ എ കാർ ആയിട്ട് വരും. അടുത്തത് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. ഏതാണ്? പോസ്റ്റ് പോണ്ട്. പുട്ട് ഓഫിൻ്റെ മീനിങ് എന്താണ്? പോസ്റ്റ് പോണ്ട്, നിർത്തി വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. പുട്ട് ഓഫ്. ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഏതാണ് വരിക? അല്ലേ? ദ വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അടുത്തത് പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ. സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സൺസ് ഇൻ ലോ അല്ലേ? സൺസ് ഇൻ ലോ എന്നാണ് പ്ലൂറൽ ഫോം ആയിട്ടുള്ള സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താണ്? സൺസ് ഇൻ ലോ ആണ്. നമ്മുടെ ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, കോമ്പൗണ്ട് നൗൺസ്, അതിനെ നമ്മൾ എന്താണ് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുന്ന സമയത്തേക്ക് എന്ത് വേണം? നമ്മുടെ ഈ പ്രധാനപ്പെട്ട വാക്കിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട വേർഡ് എന്ന് പറയുന്നത് സണ്ണാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എസ് ഇട്ട് കൊടുത്താൽ എന്തായി? അതിൻ്റെ പ്ലൂറൽ ഫോമായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, ചെറിയൊരു ടിപ്പാണ്. ഇനി അടുത്തത് ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഈസ് ദ ഡാഷ്. മിക്കവാറും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഈസ് ദ ഡാഷ്. ഏതാണ്? എൽഡർ ആണല്ലേ. ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഈസ് ദ എൽഡർ. നമ്മൾ ഒരേ കുടുംബത്തിലെ 2 പേരെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം? എൽഡർ ആയിരിക്കണം യൂസ് ചെയ്യണത്. ഓക്കെ. ഇനി നമ്മൾ 2ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? എൽഡസ്റ്റ് യൂസ് ചെയ്യണം. ഒരേ കുടുംബത്തിലെ 2 ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൽഡർ എന്നും, ഇനി 2ൽ കൂടുതൽ ആളുകളെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? എൽഡസ്റ്റും യൂസ് ചെയ്യണം. നിക് said I will start tomorrow. The sentence can be reported as Nick said that dash. ചെയ്തു നോക്കിയേ. ഇവിടെ നമുക്ക് വില്ല് വരുമ്പോൾ തന്നെ അറിയാമല്ലേ, നമുക്ക് എന്തായിരിക്കണം? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ വുഡ് ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിവിടെ 2 കട്ട് ചെയ്യാൻ പറ്റും. ഇതും കട്ട് ചെയ്യാൻ പറ്റും, നമുക്കിതും കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും നമ്മൾ നോക്കിയാൽ മതി. അപ്പോഴോ ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ, ഹി വുഡ് സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് ഡേ. ഇതൊന്നും നമുക്ക് സിമ്പിളായിട്ട് കിട്ടൂലേ. ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ ആണ് കറക്റ്റായിട്ട് ആൻസറായിട്ട് വരുന്നത്. കാരണം എന്താണ്? വില്ല് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ വില്ല് വുഡ് ആകുന്നു. ടുമോറോ എന്നുള്ളത് എന്തായിരിക്കും? ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ എന്തായിരിക്കും വരും? ദ ഫോളോവിങ് ഡേ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? നെക്സ്റ്റ് ഡേ എന്നാണ്. പിന്നെ ഇവിടെ നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? സ്റ്റാർട്ടഡ് അല്ലേ. എന്താണ്? V2 V3 ഫോം വരാൻ പാടില്ല. ഏത്? നമ്മുടെ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓക്സിലറിക്ക് ശേഷം എപ്പോഴും, ഈ ഒരു മോഡൽ ഓക്സിലറിക്ക് ശേഷം എപ്പോഴും എന്താണ്? ആ ക്രിയയുടെ ആദ്യ രൂപമായിട്ടുള്ള V1 ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് സ്റ്റാർട്ട് എന്നുള്ള ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. V1 അല്ലെങ്കിൽ V2 എന്താണ്? V2 അല്ലെങ്കിൽ V3 എന്താണ്? വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ്. ദ ട്രെയിൻ ഡാഷ് ബൈ ദ ടൈം സുമ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഏതാണ് ആൻസർ? ഹാഡ് ലെഫ്റ്റ് ആണ് അല്ലേ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം സുമ റീച്ച്ഡ് ദ സ്റ്റേഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റുമോ? കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ പാസ്റ്റിൽ, അതായത് ഭൂതകാലത്തിൽ നടന്ന 2 കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് എന്ത് വേണം? ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഹാഡ് പ്ലസ് V3 ഫോം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താണ്? നമ്മുടെ സുമ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ എന്താണ്? ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹാഡ് പ്ലസ് ലെഫ്റ്റ് പോയി കഴിഞ്ഞിരുന്നു. ഹാഡ് ലെഫ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പാസ്റ്റ് നടന്ന 2 കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴും ഹാഡ് പ്ലസ് V3 ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് ഇവിടെ ഹാഡ് പ്ലസ് ലെഫ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്?
നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് അത് പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എന്താണ് എല്ലാ ക്ലോസുകളും പിന്നെന്താണ് പാസ്റ്റ് ടെൻസും പെർഫെക്റ്റ് പാസ്റ്റ് ടെൻസും എല്ലാം നമുക്ക് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇങ്ങനെ നമ്മളെന്താണ് ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹിൻ്റ് ഉണ്ടല്ലോ അത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ PSC പഠിക്കുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് ആദ്യം തന്നെ പോയിട്ട് റാങ്ക് ഫയലിലുള്ള എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് കലക്കി കുടിക്കുക എന്നുള്ളത് അത് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനോട് ഈ പഠിത്തത്തിനോടൊരു മടുപ്പ് തോന്നിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തിട്ട് ചെറിയ ചെറിയ ട്രിക്കിലൂടെയൊക്കെ ചെയ്തിട്ട് പോവാട്ടോ. ഇതൊക്കെ ഓരോ ഹിൻ്റാണ്. ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എന്താണ് മാറി 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 PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുതിയ ട്രെൻഡിങ്ങിലൂടെ ഒരു ക്വസ്റ്റ്യനും പോകുന്നില്ല. ഇതേ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് വരുന്നത്. ഒരു 2-3 പോയിൻ്റൊക്കെ 2-3 ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൻ്റെ തന്നെ വെറൈറ്റി ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ട്രിക്ക് നമുക്ക് അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇനി സാം ഈസ് ടു ടയേർഡ് ഓഫ് വാക്ക്. സാം ഈസ് ടു ടയേർഡ് ഡാഷ് വാക്ക്. ഏതാണ് വരുന്നത്? ഇവിടെ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൈലിയാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ഇവിടെ 2 വന്നു. ഇപ്പോൾ ഇവിടെ ആൻസറിലും എന്ത് തന്നെയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സാം ഈസ് ടു ടയേർഡ് ടു വാക്ക്. ടു ടയേർഡ് ടു വാക്ക്. ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട്, അല്ലെങ്കിൽ എന്താണ്? ടു ടയേർഡ്, ഒരുപാട് ക്ഷീണിച്ചു. ടു എന്താണ്? വാക്ക്, നടക്കാൻ വേണ്ടി, നടക്കാൻ ഒരുപാട് ക്ഷീണിച്ചു. എനിക്കിതിങ്ങനെ എൻ്റെ വാക്കിൽ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. പോകെ ശരിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഈ പറയുന്നതിൽ എന്തെങ്കിലും എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താണ് ക്ഷമിക്കുക കേട്ടോ. പോകെ നമുക്ക് ശരിയാക്കാവേ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ ഡാഷ്. നമുക്കതറിയാമല്ലേ, ഇതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ നോക്കിക്കേ എല്ലാവരും. ഇവിടെ നമ്മുടെ ഈ ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ ഇതിൽ കണ്ടോ? ഈ സെൻറ്റൻസ് എന്താണ്? ഈ ഒരു വാക്യം എന്താണ്? നെഗറ്റീവാണ് അല്ലേ? എങ്ങനെ നെഗറ്റീവാണെന്ന് മനസ്സിലായി? എന്താണ്? ഡു നോട്ട്. കണ്ടോ? അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ടാഗ്? എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. നമ്മുടെ ആദ്യത്തെ എന്താണ് വാക്യം സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ പോസിറ്റീവായിരിക്കുന്നത് ഇവിടെ ഡു ഉണ്ട് അല്ലേ? ഡു ദേ. പിന്നെ എന്താണ്? വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അത് രണ്ടും എന്താണ്? രണ്ടും കൂടെ ചേർന്നിട്ട് എന്താണ്? അതൊരു പ്ലൂറലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ദേ ആയിരിക്കണം. കണ്ടോ? ഇവിടെ എല്ലാം ദേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? എല്ലാം ദേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ ദേ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഡു ദേ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. ഡു ദേ. എന്താണ് ഇവിടെ ആദ്യത്തെ വാക്യം എന്ത് വന്നു? നെഗറ്റീവ് സെൻറ്റൻസ് വന്നു ഡു നോട്ട് വന്നപ്പോൾ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. ഡു എന്താണ് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു വന്നു? നമുക്കവിടെ ദേ യൂസ് ചെയ്യണം. ഡു ദേ. മനസ്സിലാവുന്നുണ്ടോ? This is the spot dash the accident took place. സിമ്പിളായിട്ട് കിട്ടില്ല. ഏതാണ്? വേർ ആണല്ലേ വരിക. ദിസ് ഈസ് ദ സ്പോട്ട് വേർ ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ്. നമ്മളൊരു സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ വിവരം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റിലേറ്റീവ് പ്രൊനൗണാണ് യൂസ് ചെയ്യുന്നത്? വേർ ആയിരിക്കും കേട്ടോ. വേർ. ഇനി അതുപോലെ തന്നെ വേറെ നമുക്കറിയാമല്ലോ ഹൂ എന്തിനാണ്? ഹൂ ആളുകളെക്കുറിച്ച് എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി? ആളുകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പിന്നെന്താണ്? വൈ ഉണ്ട് കാരണങ്ങൾക്ക്. പിന്നെ ഏതാണ്? വിച്ച് ഉണ്ട്. വിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വസ്തുക്കളെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വസ്തുക്കൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിച്ച് യൂസ് ചെയ്യുന്നത്. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ബേസ് കാര്യങ്ങളാണ്. ഇനി അടുത്തത് നെയ്തർ ഓഫ് ദം ഡാഷ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. നെയ്തർ ഓഫ് ദം ഡാഷ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. ഏതാണ് വരിക? കിട്ടുന്നുണ്ടോ? ആൻസർ ഹാസ് ആണ് കേട്ടോ. നെയ്തർ ഓഫ് ദം ഹാസ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്
ഇതൊക്കെ വരുന്ന എന്താണ്, ഇതൊക്കെ നമ്മൾ കണക്കാക്കുന്നത് എന്താണ്, പ്ലൂറൽ ആയിട്ടാണെങ്കിലും എന്താണ് ഇത് സിംഗുലർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗ്രാമറിൽ പറയുന്നത്. അപ്പോൾ സിംഗുലർ വെർബായിട്ടുള്ള ഈ ഹാസ് എന്നുള്ള ഇതായിരിക്കും എപ്പോഴും വരിക കേട്ടോ. നെയ്തർ ഓഫ് പിന്നെന്താണ് എയ്തർ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെ വന്ന എന്ത് വരും, ഹാസ് ആണ് വരിക കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ദമ്മ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലൂറലാണ്. ദമ്മ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ഗ്രാമറിൽ ഇത് എങ്ങനെ കണക്കാക്കുന്നുള്ളൂ, ഒരു സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് ഇവിടെ സിംഗുലർ നമ്മുടെ വെർബായിട്ടുള്ള ഹാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടാവും. ഇനി ദ ജെറൗണ്ട് ഫോം ഓഫ് റൺ ഈസ്, സിമ്പിളാണല്ലേ, എന്താണ്, റണ്ണിങ് ആണ്. ജെറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർബിൻ്റെ കൂടെ ING ചേർത്തിട്ട് നൗണായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റൺ എന്ന് പറയുന്നത് എന്താണ്, റണ്ണാണ് നമ്മുടെ ഇവിടെ വെർബായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ എന്തും കൂടെ ചേർത്താൽ മതി, ING കൂടെ ചേർത്താൽ എന്തായി, നമ്മുടെ ജെറൗണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ജെറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ING ഫോമിൽ കിടക്കുന്ന എന്താണ് വാക്കുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറൗണ്ട് എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ വെർബിൻ്റെ കൂടെ കേട്ടോ, വെർബിൻ്റെ കൂടെ ING ചേർത്ത് പറയുന്ന എന്താണ് ഒരു നൗണായിട്ട് എന്താണ് യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്, ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, C ആണ് കേട്ടോ. നിങ്ങൾ ഇത് എഴുതി പഠിക്കുക കേട്ടോ. കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ഞാൻ അതൊരു ക്ലാസ് ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് END അങ്ങനെ ലാസ്റ്റ് എൻഡിൽ തീരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ നോക്കിയിട്ട് ഞാനതൊരു ക്ലാസ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ നമുക്കത് വേഗം പഠിക്കാൻ പറ്റും. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് പിന്നെ നമ്മളിങ്ങനെ റിവിഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അത് സെറ്റായി പോയിക്കോളും. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് C ആണ് കേട്ടോ. ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ ഈസ്, ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ ഈസ് എന്താണ്, ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഈ ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, എന്താണത്, കൽപ്പനയാണ് അല്ലേ. എന്താണ് ഷട്ട് ദ വിൻഡോ, എന്താണ് ജനൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയണം, ആജ്ഞാപിക്കുകയാണ്, ഒരു കൽപ്പനയാണ്. അതിനെന്ത് പറയും, നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ് പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, ലെറ്റ്, പിന്നെന്താണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ വിൻഡോ ആണ് അല്ലേ, ദ വിൻഡോ. അപ്പോൾ ലെറ്റ് ഒബ്ജക്റ്റ് ദ വിൻഡോ, പിന്നെ എന്ത് വരുന്നു, V3 ഫോം. ഏതാണ് V3 ഫോം, ഏതാണ്, ഷട്ട് തന്നെ അല്ലേ. ഷട്ടിൻ്റെ V3 ഫോം എന്ത് തന്നെയാണ്, ഷട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. മനസ്സിലാവുന്നുണ്ടോ? ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ ഈസ് ഏതാണ്, ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയുന്നില്ല. The passive form of shut the window is, the passive form of shut the window is let the window be shut. ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പേരറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. എന്താണ്, ആദ്യം ലെറ്റ് വരണം, പിന്നെ എന്താണ് വരേണ്ടത്, ഒബ്ജക്റ്റ് ആണല്ലേ വരേണ്ടത്. ഒബ്ജക്റ്റ് ഇവിടെ കണ്ടോ, ഒബ്ജക്റ്റ് എന്താണ്, ദ വിൻഡോ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ദ വിൻഡോ, അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്, ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. The police dash vigilant. The police dash vigilant. Are vigilant. The police are vigilant. What does the idiom chip of the old block mean? What does the idiom chip of the old block mean? എന്താണ്, ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് മീൻസ് എന്താണ്, ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ. ഇഡിയം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇഡിയം ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവുക. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനെ പോലെ തന്നെ എന്ന് പറയുന്ന ഒരു ഇഡിയം. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്താണ്, ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ മക്കളോടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഡാഷ് ഇൻ ദ ടൗൺ. മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഡാഷ് ഇൻ ദ ടൗൺ. എന്താണ്,
സിമ്പിളായിട്ട് കിട്ടില്ലേ? ഇന്നാണ് അല്ലേ? എന്താണ്? ടൗണ്, സിറ്റി, കൺട്രി, അതിൻ്റെയൊക്കെ ഉള്ളിൽ താമസിക്കാൻ അങ്ങനെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇന്ന്. ദ ഫോർമർ പാർട്ട് ഓഫ് ദ ഫിലിം ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ ഡാഷ്. എന്താണ്? ലേറ്റർ ആണോ, ലേറ്റസ്റ്റ് ആണോ, ലാസ്റ്റ് ആണോ, ലാറ്റർ ആണോ? ലാറ്റർ ആണ് അല്ലേ? സിമ്പിളാണ്. ഫോർമർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ലാറ്റർ ആണ് വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തേതിനെ ഫോർമർ എന്നും രണ്ടാമത്തേതിനെ എന്താണ് പറയുന്നത്? ലാറ്റർ എന്നുമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫോർമർ വന്നാൽ എപ്പോഴും അവിടെ ലാറ്റർ ആയിരിക്കും. ഷീ ലീവ്സ് ഇൻ എ ഡാഷ് ലൈഫ് ദർ. ഷീ ലീവ്സ് ഇൻ എ ഡാഷ് ലൈഫ് ദർ. ലോൺലി ലൈഫ്. ഷീ ലീവ്സ് ഇൻ എ ലോൺലി ലൈഫ് ദർ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 20 ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് 80 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഇനി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. ഇതിലുള്ള GK പാർട്ടും ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിൽ മനസ്സിലാവുന്ന കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റിവിഷൻ പോലെ എഴുതി വെക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അത് വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ കേട്ടോ. നമ്മളത് ഇടയ്ക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റിവിഷന് വേണ്ടിയിട്ട് എന്തായാലും മാറ്റി വയ്ക്കുക. നമ്മൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ദിവസം എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം റിവിഷൻ മാത്രമേ നമ്മളെ നല്ല റാങ്കിലേക്ക് എത്തിക്കുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പഠിച്ചു കൂട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. നമ്മുടെ തലയിൽ അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഫീഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും കാണണം, നമ്മളത് വീണ്ടും വീണ്ടും വായിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ തലയിൽ ഫീഡ് ആവുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു പക്ഷെ എനിക്കിപ്പോഴും കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് പഠിച്ചു, ഒരു റാങ്ക് ഫയൽ 2-3 റാങ്ക് ഫയൽ ഞാൻ തീർത്തു, അവിടെ കേൾക്കുന്നത് പഠിക്കും, ഇവിടെ കേൾക്കുന്നത് പഠിക്കും, പക്ഷെ എന്താണ് ഒരു പ്രയോജനമില്ല. അപ്പോൾ ആ പഠിക്കുന്നത് തന്നെയുള്ളൂ. എക്സാം ടൈം ആകുമ്പോൾ എക്സാം പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് നമുക്ക് അറ്റവും മുറിയൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വന്നാൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? റിവിഷൻ നന്നായിട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ക്ലാസ് ഇടുമ്പോൾ തൊട്ട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, എപ്പോഴും നന്നായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളത്. അത് മാത്രമാണ് കേട്ടോ നമ്മളെ നല്ല മാർക്കിലേക്ക് എത്തിക്കുകയുള്ളൂ. പുതുതായിട്ട് PSC പഠിക്കാനിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മസ്റ്റായിട്ട് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോ, നിങ്ങൾ എന്തായാലും ജോലിയിലുണ്ടാവും കേട്ടോ. ഇത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഒരു ജോലിയിൽ കയറിയ ഒരാളോട് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ റിവിഷൻ എല്ലാവരും നന്നായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.